നമസ്കാരം. ഓടിക്കൊണ്ടിരുന്ന കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് 19-കാരിയെ തള്ളിയിട്ട സംഭവം അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം നടുക്കുന്നതാണ്. ഗുരുതര പരിക്കുകളുമായി ശ്രീകുട്ടി ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 14 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു അതിക്രമത്തിൽ 23-കാരിയായ സൗമ്യയെ നഷ്ടപ്പെട്ട അന്ന് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് സ്ത്രീ സുരക്ഷയ്ക്കായി എടുക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച്. എന്നിട്ടും ഇന്നലെ അതിക്രമം നടന്ന കേരള എക്സ്പ്രസിൽ ഒരൊറ്റ പോലീസുകാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്നത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടവരുത്തുന്ന വീഴ്ചയാണ്. ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട പ്രതി പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് സുരക്ഷയാണ് ഈ നാട്ടിലുള്ളത്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇനി ചർച്ചയിലേക്ക് അതിഥികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ശ്രീകുട്ടി എത്രയും വേഗം തിരികെ ജീവിതത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും വിദഗ്ധമായ ചികിത്സ ശ്രീകുട്ടിക്ക് ലഭിക്കണം എന്നാണ് അമ്മ ശ്രീമതി പ്രിയദർശിനി പറയുന്നത് നമ്മൾ കേട്ടത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള ചികിത്സയും നൽകാമെന്ന ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ശ്രീകുട്ടി ഈ അവസ്ഥയിൽ നിന്ന് തിരികെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ശ്രീകുട്ടിയുടെ അമ്മ ശ്രീമതി പ്രിയദർശിനി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇപ്പോഴവർ മകളെ കാണാൻ വേണ്ടി, മകളുടെ രോഗവിവരങ്ങൾ, ഇപ്പോഴത്തെ ചികിത്സയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കയറിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചയിൽ പ്രിയദർശിനി ഉണ്ടാകും. സൗമ്യയെ നമുക്ക് ഓർമ്മയുണ്ട്. അതിപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിലെ ഒരു തീരാ നോവായി സൗമ്യയുണ്ട്. സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതി ഇന്ന് എൻകൗണ്ടറിൽ അതിഥിയാണ്. അഡ്വക്കേറ്റ് PM ആതിര, അഭിഭാഷക, ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധിയായ നടപടികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിയമം സ്ത്രീ സുരക്ഷ ഉറപ്പ് നൽകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഴ്ച സംഭവിക്കുന്നതെന്ന് അഭിഭാഷകയായ PM ആതിര നമ്മളോട് പറയും. റിട്ടയർഡ് SP ശ്രീ KG സൈമണും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. സൈമൺ സർ, ഇന്നലത്തെ സംഭവം ഉണ്ടായപ്പോൾ സത്യത്തിൽ ഓരോ മലയാളിയും ഓർത്തിരിക്കുക അന്ന് സൗമ്യയ്ക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്. കാരണം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒന്നല്ല അന്നത്തെ ആ സംഭവം. സത്യത്തിൽ വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ അന്ന് ഈ ഗോവിന്ദച്ചാമി അയാളുടെ അതിക്രമ രീതികളെക്കുറിച്ചൊക്കെ കേട്ടത്. അന്ന് 2011 നവംബർ 11 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഗോവിന്ദച്ചാമിയെ പോലെ ഒരു പ്രതി ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു ഭീഷണിയാണ് എന്നാണ് അന്ന് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായി അന്നത്തെ കേസിനെ കോടതി കാണുകയും ഈ പ്രതിക്ക് അന്ന് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപയൊക്കെ ശിക്ഷ വിധിച്ചത്. പിന്നീട് സുപ്രീം കോടതിയിൽ പോയതുമൊക്കെ നമുക്കറിയാം. അതുപോലെ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കുറ്റവാളികൾ, അത്തരത്തിലുള്ള മനോവൈകല്യമുള്ളവർ, അത്തരം കുറ്റവാസനകളുള്ളവർ നമ്മുടെ ചുറ്റും ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ശ്രീകുട്ടിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായത്. സൈമൺ സാർ, ഈ ഒരുപാട് നിയമ വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം ഈ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം അനുസരിച്ച് കേരള എക്സ്പ്രസിൽ ഒരു പോലീസുകാരൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിനെക്കുറിച്ച് പോലീസ് തന്നെ നൽകുന്ന ഒരു വിശദീകരണം ഈ സാധാരണ നിലയിൽ, അതായത് ഒരു ക്രൈം പാറ്റേൺ നോക്കി വലിയ അപകടമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു ട്രെയിൻ ആയതുകൊണ്ട് അവിടേക്ക് പോലീസ് ഇല്ല, അതുകൊണ്ട് ക്രൈം ഡേറ്റ നോക്കിയാണ് ഓരോ ട്രെയിനിലും പോലീസുകാരെ വിന്യസിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ്. എന്ത് ന്യായമാണ് ഇതിലുള്ളത് സൈമൺ സാർ? ഇത് അന്ന് തന്നെ ഇപ്പം ഗോപികൃഷ്ണൻ പറഞ്ഞ് വളരെ സത്യമാണ്. നമ്മുടെ മനസാക്ഷി അന്ന് തന്നെ വളരെ ഞെട്ടിയൊരു കാര്യമാണ്. വീണ്ടും ഒരു കുട്ടിക്ക് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അതുപോലെ വിഷമിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതിനുശേഷം എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഒട്ടും തൃപ്തികരമല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പല കാരണങ്ങൾ പറയുന്നുണ്ട്, ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെ സംബന്ധിച്ച് എന്ത് സുരക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. റെയിൽവേയുടെ മറ്റ് വികസനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ റെയിൽവേയിൽ അല്ലെങ്കിൽ ട്രെയിൻ പോകുന്ന സമയത്ത് ഒരു മാർഷലിനെ പോലും അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും അതിൻ്റെ അകത്ത് വെക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നിങ്ങൾക്കെല്ലാം അറിയാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്, കേരള പോലീസിൻ്റെ അല്ല. കേരള പോലീസിന് വേറെ കേരള
റെയിൽവേ പോലീസുണ്ട്, അവർ മറ്റ് കേസുകളൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ സെക്യൂരിറ്റി ഒരു പരിധി വരെ നമുക്ക് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ സാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് മുഴുവൻ ചെയ്യുന്നത്. അത് ഇതിൻ്റെ അകത്ത് നിയമങ്ങളെല്ലാം ഉണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ റെയിൽവേ പോലീസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. എന്നിട്ട് പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഇന്ത്യൻ റെയിൽവേ ആക്ട് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബ്രീത്ത് അനലൈസർ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും 2 പേര് ഈ ട്രെയിനിൽ പലപ്പോഴായിട്ട് കയറിയിരുന്നുവെങ്കിൽ, ഈ ട്രെയിനല്ല പല ട്രെയിനിലും കയറിയിരുന്നുവെങ്കിൽ ഒരു പരിധി വരെ മദ്യപന്മാരുടെ ശല്യം വളരെ കുറയുമായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് റിപ്പോർട്ട് എഴുതി അയച്ചിട്ടുള്ള. ഇപ്പോഴും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ആരെയും കുറ്റം പറയുകയല്ല, പക്ഷെ നടക്കുന്നില്ല. അത്രയും ഗൗരവം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും എടുത്തിട്ടുള്ളൂ എന്നുള്ളത്. ഒന്നും നടക്കത്തില്ല അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ വായിക്കുമ്പോൾ അറിയാലോ ഈ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ വ്യക്തി അവിടെ കാണിച്ചിട്ട് ഡോറിൻ്റെ ഫ്രണ്ട് എന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ചവിട്ടി പുറത്തി അടിച്ചെന്നാണ് പറയുന്നത്. എന്തൊരു വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയും കൂടെ അപകടത്തിൽപ്പെടേണ്ടതാണ്. എന്നിട്ട് പോലും നമുക്ക് ഇനിയും അതിൻ്റെ അകത്ത് റെയിൽവേയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ റെയിൽവേ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ ഇനിയും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ റെയിൽവേ പോലീസ് ഫോഴ്സിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മറ്റാരും കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിയമങ്ങളില്ലായിട്ടല്ല, പക്ഷേ അത് നടപ്പിലാക്കേണ്ട വിധങ്ങൾ ആണ് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ റെയിൽവേ പോലീസ് തന്നെ RPF തന്നെയുള്ള ആൾക്കാർ പലരും എന്നോട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല, ഡ്യൂട്ടി കൂടുതലുള്ളതുകൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വളരെ നല്ല രീതിയിൽ ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഉള്ള ആൾക്കാർ വെച്ച് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. ഈ ഉള്ള ആൾക്കാരെ വെച്ച് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും പുറത്തറിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും പല സ്ത്രീകളും പുറത്ത് അവർ പറയാറില്ല. എല്ലാ ട്രെയിനുകളിലും സുരക്ഷ ഉറപ്പാക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനുള്ള ഒരു അംഗബലം RPF ഇല്ല എന്നാണ്. ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉന്നയിക്കപ്പെടുമ്പോൾ എന്ത് ന്യായമാണത്? അല്ല, ഇത് നമുക്ക് പറയേണ്ട കാര്യമുണ്ട്. കാരണം ഈ കാലം മുന്നോട്ട് പോകുന്നതോടെ നമ്മുടെ സിസ്റ്റം തന്നെ ഒത്തിരി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പം കേരള പോലീസ് തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഫോഴ്സിന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേരള പോലീസിൽ. അതുപോലെ കേരള പോലീസ് വനിതാ ബറ്റാലിയൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കേരള പോലീസ് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും റെയിൽവേ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ തന്നെ നിൽക്കുകയാണ്. അവരൊന്ന് പുരോഗമിപ്പിക്കാനോ അല്ലെങ്കിൽ അവരൊന്ന് മാറ്റുവാനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല. ഇന്ന് മിനിസ്റ്റർ തന്നെ പറഞ്ഞ് പലവട്ടം കത്തെഴുതുന്ന മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് സെൻട്രൽ ഫോഴ്സാണ് ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, റെയിൽവേ ഫോഴ്സാണ് ചെയ്യേണ്ടത്. അവർക്ക് പണമില്ലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിട്ടല്ല. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചവർ ചെയ്യാത്തതുകൊണ്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെക്കിങ് ഇതിൻ്റെ അകത്തില്ല. ഈ ട്രെയിനിൻ്റെ അകത്ത് കയറി അല്ലെങ്കിൽ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് ചെക്കിങ്ങോ അങ്ങനൊരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പലപ്പോഴും നടക്കുന്നില്ല. പലപ്പോഴും അങ്ങനെ ചെക്കിങ്ങിന് വേണ്ടി നടത്തുകയാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഒരു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ചെക്കിങ് ആയിരിക്കില്ല നടക്കുന്നത്. എല്ലാ ആൾക്കാരും ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരു പ്രൊഫഷണലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം പറയാനായിട്ടുള്ളത്, ഇതിനൊരു പരിഹാരം എന്താണ് ഉണ്ടാകേണ്ടത്? ഇപ്പം നമുക്കറിയാം ഇത് കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. കേസുകൾ വളരെ കൃത്യമായ രീതി ഇപ്പം ഗോവിന്ദചാമിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേസുകൾ വരുന്നുണ്ട്. കേസുകൾ കൂടാതെ തന്നെ ഇനി ഭാവിയിലെങ്കിലും ഇതിന് ഉള്ള നഷ്ടപരിഹാരം വലിയ ഹ്യൂജ് എമൗണ്ടിൽ വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ ഇതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസും കൂടെ ഈ കൂടെ തന്നെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംവിധാനത്തിന് നല്ല രീതിയിൽ പോകാൻ സാധിക്കത്തുള്ളൂ. അതായത് ഈ സേവനമാണ്. റെയിൽവേയുടെ ഒരു ടിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു സേവനമാണ്. അവർ കൊടുക്കേണ്ട ബാധ്യതയുണ്ട്, സെക്യൂരിറ്റി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവർ സേവനമാണ്. ആ സേവനത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ പല കേസുകളും, ഞാൻ ഇപ്പം പറയുന്നത് സമയക്കുറവുകൊണ്ട് പറയുന്നില്ല, പല കേസുകളും അങ്ങനെ കോടതിയിൽ പോയതിന് ശേഷം അതിൻ്റെ ഹ്യൂജ് എമൗണ്ട് തന്നെ അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടുണ്ട്.
ഇവർക്കും പോകാനായിട്ട് നേരിട്ട് പറ്റത്തിൽ തന്നെ മറ്റുള്ള പല ഏജൻസികൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഏജൻസികളുണ്ട്, പല ഏജൻസികൾ അതിൻ്റെ അകത്തുണ്ട്. അവരും കൂടി പോയി നോക്കി ഇങ്ങനെയുള്ള കേസുകൾ കൊടുത്തിട്ട് ഒരു ഹ്യൂജ് എമൗണ്ടെങ്കിലും അതിൻ്റെ പണിഷ്മെൻറ്റ് പോലെ റെയിൽവേക്ക് വന്നെങ്കിൽ മാത്രമേ ഇത് പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് പഠിക്കത്തില്ല. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് പി എം ആതിര, സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് ഈ നാട്ടിലെ ഏതൊരു പൗരൻ്റെയും മൗലികാവകാശമാണ്. പക്ഷേ സുരക്ഷിതമായ യാത്ര എന്നത് ഒരു ഭരണകൂടം ഉറപ്പ് നൽകേണ്ടതാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക്, ആ പൗരന് ഭരണകൂടം ഉറപ്പ് നൽകേണ്ട ഒന്നാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞുപോയ കുറേ സംഭവങ്ങൾ, അതായത് ട്രെയിനിനകത്തുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ 2014 മെയ് 29 മഹാരാഷ്ട്രയിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ഒരു AC കോച്ചിൽ ഒരു യാത്രക്കാരി, 39 വയസ്സുള്ള യാത്രക്കാരി കയറാൻ ശ്രമിച്ചപ്പോൾ TTE ആണ് അവരെ തള്ളി പുറത്തേക്കിട്ടത്. പിന്നീട് നാട്ടുകാരൊക്കെ ചേർന്ന് പിടിച്ചു കൊടുത്തപ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് ഈ ബന്ധുക്കളുടെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് മദ്യപിച്ച്, ലഹരി ഉപയോഗിച്ച്, ഏത് തരം ലഹരി ഉപയോഗിച്ചും സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒന്നായി ട്രെയിനുകൾ മാറിയിട്ടുണ്ട്. ഒരു പരിശോധനയുമില്ല, ഒരു സംവിധാനവുമില്ല, ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഇന്നലെ ഈ കുട്ടിയുടെ കൂടെ, ശ്രീകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അർച്ചന തന്നെ പറഞ്ഞത് അവർ ആ സ്റ്റെപ്പിൽ നിൽക്കുകയായിരുന്നു, അവരെ തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് യാത്രക്കാർ ഈ ചെയിൻ വലിച്ച് വണ്ടി നിർത്തിയ ശേഷമാണ് അവരെ രക്ഷപ്പെടുത്തിയതാണ്. 89 റെയിൽവേ ആക്ട് അനുസരിച്ചിട്ട് മദ്യമോ ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്നതുണ്ട്. കർശനമായൊരു നിയമവ്യവസ്ഥയുണ്ട്, നടപ്പാക്കപ്പെടുന്നില്ല. ഇപ്പോഴും ട്രെയിനിൽ ഒരു ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് യാത്രക്കാർ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും യാത്ര ചെയ്യുന്നുണ്ടാകും. എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ളത് യാത്രയ്ക്ക്? ആരാണിത് ഉറപ്പുവരുത്തേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ അവകാശം സംരക്ഷിക്കപ്പെടുക? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സർവീസാണല്ലോ ഇന്ത്യയുടെ റെയിൽവേ സർവീസ്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിൽ സമാധാനമായും സുരക്ഷിതമായും യാത്ര ചെയ്യാൻ ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും സാധിക്കുക എന്നുള്ള പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ രീതിയിൽ ആളുകൾ ആലോചിക്കുന്ന ഒരു കാലത്ത് അവരുടെ സുരക്ഷിതത്വവും പ്രധാനം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ 19 വയസ്സുകാരിക്ക് കേരളത്തിൽ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു അതിക്രമത്തെ നേരിടേണ്ടി വന്നത്. സംസ്ഥാന സർക്കാർ എല്ലാ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട്. പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുന്ന, യൂണിയൻ മിനിസ്റ്റർക്ക് കൊടുക്കുന്ന മറ്റൊരു സംവിധാനമില്ല. ആ ഒരു സംവിധാനത്തിനകത്ത് സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഉറപ്പുവരുത്താൻ മറ്റൊക്കെ ഇപ്പോൾ റോഡ് വഴിയായാലും ആകാശം വഴിയായാലും എല്ലാം ഉള്ള സഞ്ചാരങ്ങൾക്ക് വലിയ രീതിയിൽ പ്രൈവറ്റൈസേഷൻ നടന്നിട്ടുള്ള, സ്വകാര്യവൽക്കരണം നടന്നിട്ടുള്ള ഇടങ്ങളാണ്. ഇതിപ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് കീഴിലുള്ള ഒരു സർവീസിനകത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ക്രൈം മാപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പോലീസിനെ വിന്യസിക്കുന്നത് പോലെ ക്രൈം റേറ്റ് കുറഞ്ഞിടത്ത് പോലീസ് വേണ്ട, RPF വേണ്ട എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള വാദം റെയിൽവേ മുന്നോട്ട് വെക്കുന്നത്. എന്തുമാത്രം ബാലിശമായിട്ടുള്ളൊരു വാദമാണത് എന്നുള്ളതാണ്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന മുഴുവൻ മനുഷ്യരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ റെയിൽവേക്കകത്ത് ഈ RPF സംവിധാനവും ഇത്രത്തോളം ദുർബലമാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇത് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളത് ആലോചിക്കണ്ടേ? അങ്ങനെ ഒരു ആലോചന ഇക്കാലം അത്രയായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നാളെ ഇവിടെ കോഴിക്കോട് വെച്ചിട്ട് കേരള പോലീസിൻ്റെ പുതിയ വിമൻ സേഫ്റ്റി ഡിവിഷൻ എന്ന് പറയുന്ന സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കകത്തും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിമൻ പോലീസ് ഓഫീസർമാർ നാളെ തൊട്ട് വരുന്നൊരു പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് അത്രയും പ്രാമുഖ്യം കൊടുക്കുന്നൊരു സംവിധാനം കേരളത്തിലുണ്ടെങ്കിൽ കേരളവുമായിട്ട് സഹകരിച്ച് കേരളത്തിലെങ്കിലും എങ്ങനെ പല നിലയ്ക്കും കേരളത്തോട് കാണിക്കുന്ന റെയിൽവേ അവഗണനയുണ്ട്. ഇവിടുത്തെ ട്രെയിനുകളുടെ കാര്യത്തിൽ, ട്രെയിൻ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പാസഞ്ചേഴ്സിന് ഇത്രയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് ഇരുന്ന് യാത്ര ചെയ്യാൻ പോലും ഇല്ലാതെ ഇങ്ങനെ പാക്ഡായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ കോച്ചുകളുടെ കാര്യത്തിൽ നിരന്തരം കേന്ദ്ര ബഡ്ജറ്റ് വരുന്ന സമയത്തും റെയിൽവേ ബഡ്ജറ്റ് വരുന്ന സമയത്തും കേരളത്തോടുള്ള അവഗണന നിരന്തരമായിട്ട് വരികയാണ്. അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത്.
ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. സൗകര്യങ്ങളെക്കുറിച്ചും മറ്റൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലും ഈ പറയും വിധം അഭിമുഖീകരിക്കാൻ, പരിഹരിക്കാൻ ഈ കാലം അത്രയും ഉണ്ടായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പം എന്തുമാത്രം പ്രയാസമാണ്. പൊതുവിൽ ഈ പറയും വിധം സ്ത്രീകളോടുള്ള സമീപനം, അതുകൊണ്ടാണല്ലോ മുന്നിൽ നിന്നാൽ ചവിട്ടി താഴെയിടും എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ എത്രമാത്രം ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചവിട്ടി താഴെ ഇടാനുള്ളതാണ് സ്ത്രീകളുടെ ശരീരമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ഈ നാട്ടിൽ ഇപ്പോഴും നമ്മളെ ചുറ്റിലുണ്ട്, നമ്മളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് ഈ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടത്? വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, പഠിക്കാൻ പോകുന്നു. അത്തരം സന്ദർഭങ്ങളൊക്കെ വർദ്ധിച്ച് വരുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് കേരളം വിജ്ഞാന സമ്പദ്ഘടനയിലേക്കൊക്കെ പോകുമ്പോൾ അത് കൂടിക്കൂടി വരികയാണ് നാൾ കഴിയും തോറും. സ്ത്രീകളുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും വളരെ പ്രിമിറ്റീവായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ, സുരക്ഷിതത്വം എന്നുള്ള കാര്യം പോലും ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കാത്ത വിധം ഇന്ത്യൻ റെയിൽവേ നിൽക്കുന്നത്. അത് പരിഹരിക്കാൻ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു സന്ദർഭത്തിലെങ്കിലും നിൽക്കണം. കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ വേണ്ടി കഴിയണം. ഈ RPF സംവിധാനത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ ബോഗികളിലും അത്തരം പോലീസ് സംവിധാനത്തെ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഞാനത് ഒരു സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ് ചോദിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സ്ത്രീകൾ മാത്രം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ അങ്ങനെ പോലും ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരരുത്. കാരണം സ്ത്രീകൾ മാത്രം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം, പൗരന്മാരാണ് ആരാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴുള്ള സുരക്ഷിതത്വം സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു. അവിടെ ഇത് ഉറപ്പുവരുത്താൻ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇത്തരം ഒരു കേസിൽ നമ്മുടെ സുരക്ഷിതത്വം അപകടത്തിലാണെന്ന് തോന്നുന്ന സമയത്ത് നിയമപരമായി നമുക്ക് എന്ത് പരിരക്ഷയാണ് കിട്ടുക? നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്? അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പം സൗമ്യയുടെ വിഷയം വന്ന സമയത്ത് നിരന്തരമായിട്ട് നടന്നിട്ടുള്ള ചർച്ചകളും ഇടപെടലുകളും ഒക്കെ ഉണ്ട്. ആ സമയത്താണ് ഈ ബോഗികളിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണം, പോലീസ് ഉണ്ടാകണം. യാത്രയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പോലീസ് വന്നിട്ട് ഒരു അന്വേഷണമൊക്കെ നടത്തി പോകുന്നത് കേരളത്തിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ പകൽ യാത്ര സമയത്ത് അതില്ല. പകൽ യാത്ര സമയത്ത് കൂടി അത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കണം. മറ്റൊന്ന്, ഈ പറയും വിധം ക്രൈം മാപ്പിംഗ് പോലെ നടത്താൻ റെയിൽവേ ഏത് രീതിയിലാണ് ആ മാപ്പിംഗ് നടത്തിയതെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ നടത്തി ഏറ്റവും കുറഞ്ഞ ക്രൈം റേറ്റുള്ളിടത്ത് പോലീസ് വേണ്ട, കൂടിയ ക്രൈം റേറ്റ് വരുന്ന സ്ഥലത്ത് പോലീസ് വേണം എന്നൊക്കെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? എല്ലായിടത്തും അത് ഉറപ്പുവരുത്താൻ പോലീസ് സേനയ്ക്ക് RPF-നകത്തേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കണം. അതുപോലും പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ എഫിഷ്യൻസിയെങ്കിലും മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കേണ്ടത്, അത് ഫലപ്രദമാക്കാൻ വേണ്ടി പറ്റണ്ടേ അത്തരം സർവീസുകൾ? അതൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ആകുലതയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യരുടെ ജീവിതം, ഞാൻ സ്ത്രീയിൽ ഊന്നി പറഞ്ഞത്, പലപ്പോഴും ഇത്തരം അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൽ ഊന്നി സംസാരിച്ചത്. അങ്ങനെയുള്ള സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ കാര്യത്തിനും യാത്ര ചെയ്യേണ്ടി വരുന്നു. മുമ്പത്തെ പോലെ വീട്ടിനകത്ത് മാത്രമല്ല സ്ത്രീകൾ ഇരിക്കുന്നത്. ആ യാത്രയെങ്കിലും അവർക്ക് സുരക്ഷിതമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നതിന് വേണ്ടി എന്ത് ഒരു രാജ്യം ഭരിക്കുന്ന സംവിധാനത്തിന് ചെയ്യാൻ സാധിക്കും? അതിനോട് വളരെ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനൊരു നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലൊരു 19 വയസ്സുകാരി പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നത്. അപ്പം അത് ഈ പറയും വിധം ഈ സംവിധാനങ്ങളെ എങ്ങനെയാണ് കൂടുതൽ അലേർട്ട്? സുപ്രീം കോടതിയുടെയൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള കേസുകൾക്കകത്തൊക്കെ ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ പറയുന്നുണ്ട്, അവിടെ പോലീസ് സർവൈലൻസ് വെക്കുന്നതിനെക്കുറിച്ച്, CCTV ക്യാമറ വെക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ പലതും ഇപ്പോൾ നിർഭയ കേസിനകത്ത് പോലും വന്നിട്ടുള്ള നിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നിർഭയ കേസിന് തുടർന്നുണ്ടായിട്ടുള്ള ലോ അമെൻമെൻറ്റുകൾ അത് പൂർണ്ണമായും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിർഭയ ഫണ്ട് എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്ന 100 കോടി രൂപ അതുപോലും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ സർക്കാരിനും സംവിധാനത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയെന്നുള്ള ചോദ്യം. ഇതൊന്നും വരുന്നില്ല. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ വലിയ വൻകിട നവീകരണങ്ങൾ നടത്തി ഇതെങ്ങനെയെങ്കിലും പ്രൈവറ്റ് പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള, ഇവിടുത്തെ അത്തരം ആളുകൾക്ക് കൈമാറാനുള്ള, MNCകൾക്ക് കൊടുക്കാനുള്ള പദ്ധതികൾക്കപ്പുറത്തേക്ക് ഈ പറയും വിധം പ്രൈം പ്രയോറിറ്റി കൊടുക്കേണ്ടത് യാത്രക്കാർക്കാണല്ലോ. ആ ഒരു പ്രയോറിറ്റി ഒരിക്കലും
കേന്ദ്രം ഭരിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് സമീപകാലത്തുണ്ടായതായി കണ്ടിട്ടില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല, ഇവിടെ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ പ്രാഥമികമായിട്ടുള്ള അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനും പറ്റണം. ചുരുങ്ങിയത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തോട് നമുക്ക് നീതി പുലർത്താൻ വേണ്ടി കഴിയേണ്ടത് അങ്ങനെയൊക്കെയാണ്. ഈ റെയിൽവേ യാത്രയ്ക്കകത്ത് മനുഷ്യരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെടാൻ വേണ്ടി കഴിയണം. അതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ഫൈറ്റ് നടത്താൻ വേണ്ടി കഴിയുകയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി കഴിയണം. ആ രീതിയിലേക്ക്, അത് ആഴത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകൾ പോയിട്ടില്ലെങ്കിൽ അടുത്തൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യും. ഇത് ജീവൻ ബാക്കിയുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയല്ലാതെയും എന്തെന്തൊക്കെ അപകട സാധ്യതകളുണ്ട്. ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ കൂടെ ഈ അപകടത്തിൻ്റെ സാധ്യത കൂടി അവരെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു സമാധാനത്തിൽ, സ്വസ്ഥതയിൽ, വഴിയോ ഈ പറയുന്ന മനോഹരമായ കേരളത്തെ കണ്ടുകൊണ്ടൊന്നും യാത്ര ചെയ്യാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സാധിക്കുന്നില്ല. ജീവൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തേണ്ടുന്നതാണോ ഓരോ മനുഷ്യൻ്റെയും യാത്ര എന്ന് പറയുന്നത്? നിയമം വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിലെ. ഇപ്പോൾ മദ്യം, ലഹരി ഉപയോഗിച്ചുള്ള ആളുകളുടെ യാത്ര, അതൊന്നും തടയാനോ അത് പരിശോധിക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ ഒന്നും നമ്മൾ കാണുന്നുമില്ല. ഞാൻ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ആതിര, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതി ഉണ്ട് നമ്മളോടൊപ്പം. അമ്മേ, ഈ ശ്രീകുട്ടിയുടെ സംഭവം അമ്മ ഇന്നലെ കേട്ടപ്പോൾ എന്താണ് തോന്നിയത് അമ്മയ്ക്ക്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളിപ്പോൾ ഇപ്പം സൗമ്യക്ക് ഇത് പറ്റിയ അന്ന് കാലം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണിത്. ഈ ട്രെയിനിലെ സുരക്ഷിത, ട്രെയിനൊരു സുരക്ഷിത ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. സൗമ്യക്ക് ഇത് പറ്റിയിട്ട് ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സൗമ്യയുടെ ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഈ ട്രെയിനിൽ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചപ്പം പറയണതാണ് ഞാനിത്. ഈ ട്രെയിനിലൊരു സുരക്ഷിത വെക്കണം. ട്രെയിനിൽ യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതയാണ് റെയിൽവേ കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു സുരക്ഷിത അവർ ചെയ്യുന്നുണ്ടോ? ഇന്നിപ്പോൾ അങ്ങനെ ഒരു സുരക്ഷിത ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇന്നലെ രാത്രി അത് സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല അത്. എന്തോ ഒരു നല്ല കാലം അവർക്ക് ട്രെയിൻ പിടിച്ച് നിർത്താനുള്ളൊരു മനസ്സ് കാണിച്ചു അതിലുള്ള ആ ട്രെയിനിലുള്ള ആൾക്കാർ. അത് വലിയൊരു കാര്യം, അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം എൻ്റെ മകൾ ഇതുപോലെ സംഭവിച്ച സമയത്ത് എൻ്റെ മകൾക്ക് ആരും ട്രെയിൻ പിടിച്ച് ചങ്ങല പിടിച്ച് വലിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവരെല്ലാവരും എതിർക്കുകയാണ് ചെയ്തിരുന്നത് അത്. പക്ഷേ ഇതല്ല, അങ്ങനെയെങ്കിലും ആ കുട്ടീനെ ഒന്ന് ഇതാക്കി. പക്ഷെ അത് ഇതുകൊണ്ടൊന്നും ആയില്ല. നമ്മൾ റെയിൽവേ അതിന് വേണ്ട നടപടികൾ എത്രയും വേഗം എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സുരക്ഷിതയും സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ഈ ട്രെയിനിലില്ല. ഇന്നലെ ഇപ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ പിന്നെ ഈ മദ്യം മയക്കുമരുന്നും കഞ്ചാവും ഇതെല്ലാം വലിച്ചിട്ട് ഈ ട്രെയിനിൽ ഈ ആൾക്കാരിങ്ങനെ കയറുമ്പം എന്തോ സ്ത്രീകൾക്കൊരു സുരക്ഷിത ഉള്ളത്? എവിടെയാണ് സ്ത്രീകൾ? ഈ കുഞ്ഞു കുട്ടിയല്ലേ ഇവള്? ഇനിയിപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും, ഇയാൾ ഈ മദ്യം കഴിച്ചിങ്ങനെ ഇരിക്കുന്ന കാരണം ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും മാറി നിൽക്കുക ഒന്ന്. അത് സാധാരണ നമ്മൾ പറയണത്. അതിന് ആ കുട്ടീനെ എന്താ ചെയ്തത്? ചവിട്ടി പുറത്തേക്കാക്കി. അത് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് അതിൻ്റെ വിഷമം എന്താണെന്നറിയുള്ളൂ. എനിക്ക് എൻ്റെ മകൾ നഷ്ടപ്പെട്ടു പോയ ദുഃഖം ഇന്നും ഞാൻ പേരിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ വേദന എന്താണെന്നറിയുള്ളൂ. റെയിൽവേക്ക് ഒരാളല്ലെങ്കിൽ ഒരാളിങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോൾ 2 പോലീസുകാരെ കൊണ്ട് നിർത്തും. ആദ്യം സൗമ്യക്ക് ഇത് പറ്റിയപ്പോൾ ആദ്യം അവർ പറഞ്ഞു ക്യാമറ വെക്കുന്നുണ്ട് ട്രെയിനിൽ, പിന്നെ സ്ത്രീകളൊക്കെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ വെക്കുന്നുണ്ട്, വനിതാ പോലീസുകാരെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാക്കും, ജനറൽ അവരെ പോലീസുകാരാക്കും. ഇതൊന്നും ഞാൻ കാണുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഈ റെയിൽവേയിൽ ട്രെയിനിൽ നടക്കണം. ഇത് നടക്കുമ്പോൾ മാത്രം റെയിൽവേ എന്തെങ്കിലും ഒരു ഇതിടും, കണ്ണിൽ പൊടിയിടാൻ പോലെ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യും. അതുകൊണ്ടായില്ല. ഇത് ഈ ട്രെയിനിൽ സുരക്ഷിത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പം സൗമ്യ കഴിഞ്ഞു, ഇത്രയും അതിൻ്റെ ഇടയിൽ ഇപ്പം കുറച്ച് കാലം മുമ്പെയാണ് വേറൊരു കുട്ടിക്ക് ഇതുപോലെ എന്തോ ട്രെയിനിൽ എന്തോ ഒരു ഇതുണ്ടായത്. അന്ന് അവർ ആ പോലീസുകാരെല്ലാം കുറച്ച് ദിവസം നിർത്തി, അതാണ് അത് കഴിഞ്ഞു. ഇതിപ്പോൾ സൗമ്യക്ക് പറ്റിയ അതേ അനുഭവമാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു അനുഭവം. ഇത്രയും ദൂരത്ത് നിന്ന് ഈ ട്രെയിനിൽ നിന്നെടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കുമ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി എന്തായിട്ടുണ്ടാവും? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനെ പറ്റി ആ കുട്ടി ഇതിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട്.
ആ കുട്ടി അനുഭവിക്കുന്ന വേദന, ആ കുട്ടിയുടെ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന പണം കൊണ്ടോ പദവി കൊണ്ടൊന്നും നടക്കുന്നതല്ല. നഷ്ടപ്പെട്ടു പോയത് എന്നും നഷ്ടപ്പെട്ടു പോയതാ. ആ ദുഃഖം പേറിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു നഷ്ടം അത് തീരാ നഷ്ടമാണത്. അത് റെയിൽവേ മനസ്സിലാക്കണം. ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണുനീര് വീഴാതിരിക്കാൻ വേണ്ടി ഈ റെയിൽവേ അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എത്ര പറയുന്നത്, അതിന് നമ്മളെ എല്ലാ ജനങ്ങളും നമ്മുടെ ഒപ്പം നിന്നിട്ട്, എല്ലാവരും ഒപ്പം നിന്നിട്ട് ഈ ട്രെയിനിലെ സുരക്ഷിതത്വം നമ്മൾക്ക് ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും കൂടെ നിൽക്കണം, എന്നാൽ തന്നെയാണ് അതിന് ആ ഒരു കിട്ടുള്ളൂ. റെയിൽവേ സ്റ്റേഷനും അതും ഇതും എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിൻ യാത്രയിൽ അതിനുള്ള സുരക്ഷിതയാണ് ആദ്യം വെക്കേണ്ടത്. എൻ്റെ കുട്ടി ഇപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നതിൻ്റെ അനുഭവമാണ് അവൾക്ക് ഇത്രയും അനുഭവിച്ചത്. സൗമ്യ ഇപ്പം പറയും എൻ്റെ അടുത്ത്, അമ്മ ജനറലാകുമ്പം എല്ലാവരും ഉണ്ടാവുമല്ലോ, എപ്പായാലും ആണുങ്ങളെല്ലാവരും ഏത് നേരം ഉണ്ടാവും, അതിനൊരു പേടിയില്ലയെന്ന്. ഇപ്പം എന്താ ജനറൽ ഈ കുട്ടികൾ രണ്ടെണ്ണം കയറിയിട്ട് എന്താ അവരുടെ അനുഭവം ഉണ്ടായത്? അത് ആ കുട്ടിയും കൂടി താഴെ വീണിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പറയാനല്ല എല്ലാവർക്കും എളുപ്പമാണ് വായുകൊണ്ട്. നഷ്ടപ്പെട്ട് പോകുന്നവർക്ക് അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. ആ ദുഃഖം 15 കൊല്ലം 10 മാസമായിട്ട് ഞാൻ അനുഭവിച്ചിരിക്കുകയാണ്. മക്കളില്ലാത്തതിൻ്റെ ഒരു വേദന, നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം. ഇനിയൊരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഇതുവരെ അതിനൊരു സുരക്ഷിത ഇതുവരെ കിട്ടിയിട്ടില്ല ട്രെയിൻ എന്നിട്ട്. അത് വേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മേനെ പറയണ കേട്ടില്ലേ, അവരെത്ര വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ കുട്ടികളെ വളർത്തി ഉണ്ടാക്കണത്. വളരെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് ഈ ട്രെയിനിൽ നിന്ന് ഇതുപോലെയുള്ള നീചന്മാർ വന്നിട്ട് ഒരു ചവിട്ടിനും ഒരു കുത്തിനും ഒരു പിടിച്ച് വലിച്ചെറിയാനുള്ളതല്ല പെൺകുട്ടികളുടെ ജീവിതം. ഒരുപാട് സങ്കല്പത്തിലാണ് ആ അച്ഛനമ്മമാർ ആ കുട്ടികളെ വളർത്തി ഉണ്ടാക്കണത്. എന്താ ഇങ്ങനെ ഇനിയും നമ്മളെ ഈ നാട് ഇങ്ങനെ ഇനിയും ഉണർന്നിട്ടില്ലെങ്കിൽ എന്ന് ഉണരാനാണ്? അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് സൗമ്യ മാഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഇപ്പം അമ്മ അനുഭവിക്കുന്ന വേദന അത് ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നതാണ് അതിലേറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം. അമ്മേ, നമ്മളോടൊപ്പം ഈ ശ്രീകുട്ടിയുടെ അമ്മ ശ്രീമതി പ്രിയദർശിനി ചേരുന്നുണ്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ. ശ്രീമതി പ്രിയദർശിനി, എനിക്ക് അറിയില്ല എത്രത്തോളം താങ്കൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കാം, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ താങ്കൾ പറയും. ഇപ്പോൾ മകളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് പുതിയ വിവരങ്ങൾ കിട്ടിയത് പ്രിയദർശിനി? താങ്കൾ ഇപ്പോൾ പോയി കണ്ടിട്ട് വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇല്ല, ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത്. ഉച്ചയ്ക്ക് എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറി കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് അത് കാണാനുള്ളൊരു ശക്തിയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ഒരു അനക്കൊല്ലാത്ത ഒരാൾ ഇങ്ങനെ കിടക്കുന്നു, വായിൽ വെന്റിലേറ്റർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒറ്റ ഇതിൽ മാത്രം എൻ്റെ കുഞ്ഞ് ശ്വാസം വിടുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ചോദിച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ 1 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡോക്ടർമാരെല്ലാവരും കൂടി അതിൻ്റെ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത് എന്താണ് വേണ്ടതെന്ന് പറയുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വെളിയിലിരുന്ന് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവർ സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് പറഞ്ഞു, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു കുട്ടീനെ അവിടുന്ന് അനക്കാനോ ഒന്നിനും പറ്റില്ല, അതുകൊണ്ട് MRI സ്കാൻ ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് തലച്ചോറിനകത്ത് ഇപ്പോൾ സംസാരിക്കാനായാലും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുഞ്ഞു ഞരമ്പുകൾക്കൊക്കെ ക്ഷതം വന്നിട്ടുള്ളത് കൊണ്ട് അത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതിനെക്കാട്ടി അപ്പുറമാണ് ആ ക്ഷതം. അത് അതിന്റെ ചികിത്സ ചെയ്യണമെങ്കിൽ അവർക്ക് MRI സ്കാൻ ചെയ്തെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അത് ഇപ്പം പറ്റില്ല. അത് ചിലപ്പോൾ നാളെ എടുക്കാൻ പറ്റുമായിരിക്കും, മറ്റൊന്ന് എടുക്കാൻ പറ്റുമായിരിക്കാം, അതും ഒരു ഉറപ്പില്ല. അങ്ങോട്ടെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഞാൻ എന്ത് ഉറപ്പിലിരിക്കണമെന്നോ ആരോട് ചോദിക്കണോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് എന്ത് പറയണമെന്നും അറിയാൻ വയ്യ. എൻ്റെ കുട്ടീനെ കിട്ടണം, എനിക്ക് എൻ്റെ കുട്ടീനെ വേണം. എനിക്ക് അതിനപ്പുറം വേറെ ഒന്നുമില്ല. കാരണം അത്രയ്ക്ക് ഞാൻ
ഞാൻ അത്ര കഷ്ടപ്പെട്ട് തന്നെ എൻ്റെ 2 മക്കളെ വളർത്തിയെടുത്തത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അന്യനാട്ടിൽ പോയി പോലും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർമാർക്ക് പോലും അവരേക്കൊരു ഉറപ്പ് തന്നിട്ടില്ല ഇതുവരെ. അതാണ് വാസ്തവം. പ്രിയദർശിനി, അവിടെ ഏറ്റവും മികച്ച ചികിത്സ നൽകും എന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ശ്രീകുട്ടി അധികം താമസിയാതെ തന്നെ ഈ നല്ല ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ചികിത്സയിൽ എന്നാണ് നമ്മളും കരുതുന്നത്. വേറെ പ്രിയദർശിനിക്ക് ഇപ്പോൾ അവിടെ നൽകുന്ന ചികിത്സയിൽ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത്. ഏറ്റവും മികച്ച ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരാണ് നോക്കുന്നത്. കാത്തിരിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതെ, കാത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ കുട്ടി വരും, എൻ്റെ കുട്ടി അവിടെ നിന്ന് എണീച്ച് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ഇപ്പോഴും ഞാൻ സമാധാനത്തോടെ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞെന്നെ എഴുന്നേറ്റ് വരും. അത് മാത്രമാണ് ഇപ്പോഴത്തെ വിശ്വാസം. ആ ഒരു പ്രാർത്ഥന ഞാനിപ്പോൾ ആ ഡോക്ടർമാരെ പോലും കാണുന്ന ദൈവത്തിൻ്റെ ഒരു സ്ഥാനത്താണ്. എനിക്ക് എൻ്റെ കുട്ടീനെ വേണം. അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്കിപ്പം ഞാൻ ഡോക്ടറോട് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ നിങ്ങളെ അപ്പോൾ കുട്ടീനെ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്തിക്കാനൊന്നും അങ്ങനെയൊന്നും ഒരു ഇത് പറയാൻ പറ്റില്ല. വേണ്ട, എനിക്ക് ജീവനോടെ കിട്ടിയാൽ മതി. എനിക്ക് ജീവനോടെ കിട്ടിയാൽ മതി എൻ്റെ കുട്ടീനെ. അവൾ പതുക്കെ എണീക്കട്ടെ, സാരമില്ല. എനിക്ക് ജീവനോടെ വേണം. വെന്റിലേറ്റർ മാറ്റിയിട്ട് അവൾ ശ്വസിച്ച് അവൾ ജീവനോടെ എനിക്ക് ജീവിതത്തിലേക്ക് വേണം. അവളില്ലാതെ പറ്റൂല. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവളില്ലെങ്കിൽ പിന്നെ ഇല്ല ഞാൻ. പ്രിയദർശിനി, ഈ കൂടെ ഉണ്ടായിരുന്ന ഈ അർച്ചന എന്ന് പറയുന്ന കുട്ടിയെ അറിയുമോ? അവരോട് ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു? ഞാൻ സംസാരിച്ചു. എന്താ പറഞ്ഞത് അർച്ചന? പറഞ്ഞെന്ന് പറഞ്ഞാല് അർച്ചന പറഞ്ഞത് അവര് ആലുവെന്നാണ് കേറിയത്. ആലുവന്ന് കേറിയിട്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും വാക്ക് തർക്കങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്ന 1 നിമിഷം കൊണ്ടാണ് എന്റെ കുഞ്ഞ് പറന്നു പോയത്. അവള് പറഞ്ഞ 1 നിമിഷം കൊണ്ട് ശ്രീകുട്ടി പോയി, എന്റെ മോള് പോയി, പറന്നു പോയി. രണ്ടാമത് അവളുടെ കയ്യിലും കാലിലും പിടിച്ച് ഇയാൾ തള്ളിടാൻ നോക്കിയപ്പോൾ അവൾ ആ കമ്പിയിൽ പിടിച്ച് കിടന്നത് കൊണ്ടാണ് അവൾ പുറത്ത് തെറിച്ച് പോവാതെ ഇരുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് അവളെ പിടിച്ച് കയറ്റി ചങ്ങല വലിച്ച് വണ്ടി നിർത്തി. പക്ഷെ ഒരു മനുഷ്യരും പുറത്തിറങ്ങി നോക്കാനോ അല്ലെങ്കിൽ അവളെ പുറത്തിറങ്ങി എന്റെ മോൾ എവിടെയാണെന്ന് അന്വേഷിക്കാനോ ആരും ശ്രമിച്ചില്ല. അവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി പോയി. രണ്ടാമത് വന്ന മെമു വണ്ടി വന്നപ്പോഴേ അതിലുള്ള ആൾക്കാർ കണ്ടിട്ടാണ് എൻ്റെ കുട്ടീനെ അവർ വണ്ടി നിർത്തിച്ച് അതിനകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ആ വണ്ടി അത് ട്രാക്കിൽ കിടക്കുമായിരുന്നു. ആ വണ്ടി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുട്ടി അവിടെ തന്നെ കിടക്കുമായിരുന്നു. ആരറിയും? അവള് അശ്വതി ഇറങ്ങുന്നത് വേളിയിലാണ്. അവിടെ നിന്ന് അവള് വന്ന് ആൾക്കാരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ കുട്ടീനെ നോക്കിയെടുക്കണം. അത്രയും സമയം എൻ്റെ കുഞ്ഞ് അവിടെ കിടക്കുകയല്ലേ ചെയ്യാ? ഞാൻ ആരോട് ചോദിക്കും? ഞാൻ ആരോടാ ചോദിക്കുക? കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോട് ചോദിക്കണോ? റെയിൽവേയിൽ ചോദിക്കണോ? ഞാൻ ആരോട് പോയി ചോദിക്കും? ഈ പ്രിയദർശിനി, ഈ അർച്ചന പറഞ്ഞതനുസരിച്ചിട്ട് ഈ ആള് നന്നായി മദ്യപിച്ചിരുന്നു മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോ, എന്തെങ്കിലും തർക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അർച്ചന? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞു വെച്ചാല് ഞങ്ങളൊന്നും സംസാരിക്കാൻ അയാൾക്ക് അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിക്കൊന്നും സംസാരിച്ചിട്ടില്ല. അയാൾ ഒന്നും ഇതാക്കാതെയാണ് ചവിട്ടി തെറിപ്പിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ഫോണിൽ കൂടിയാ സംസാരിച്ച കുട്ടീനോട്, നേരിട്ട് കണ്ടതുമില്ല. ഫോണിൽ കൂടിയാ സംസാരിച്ചത്. അപ്പോഴവള് പറയുന്നത്. ശ്രീകുട്ടി എപ്പോഴാ പ്രിയദർശിനെ വിളിച്ചത്? യാത്രയുടെ ഇടയിലാണോ ഇന്നലെ? യാത്രക്കിടയിൽ അവൾ എന്നെ വിളിച്ചില്ല. അതിന് 2 ദിവസത്തിന് മുന്നെയാണ് അവൾ എന്നെ വിളിക്കുന്നത്. യാത്ര പോകുന്നത് അമ്മയോട് മാത്രമേ, അങ്ങോട്ട് പോകുന്നവര് അമ്മയോട് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ആ സമയത്ത് ഒരു കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷനിൽ നിൽക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇങ്ങനെ ഒരു വിഷയം എന്റെ മോൾക്ക് സംഭവിച്ചൊന്നും അറിയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 11-12 മണിയാകുമ്പോൾ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്. അതിൽ പേരൊന്നുമില്ല. ഒരു കുട്ടീനെ ട്രെയിനിൽ ചവിട്ടി തെറിപ്പിച്ചു, വർക്കലയാണ് സംഭവം. അപ്പൊ ഞാനതിങ്ങനെ എനിക്കത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. ഞാൻ സ്കിപ്പ് ചെയ്ത് മാറ്റുന്ന സമയത്ത് എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നമ്മുടെ കുട്ടീനെ ഇന്നതുപോലെ ട്രെയിനിൽ നിന്ന് ചവിട്ടി തെറിപ്പിച്ച് അവൾ പോയി വീണിട്ടുണ്ടമ്മ, എന്താണെന്നൊന്നും അറിയില്ല എന്ന്. അപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ കുട്ടീയുടെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ മോളാണ്. മുഖമൊത്ത വെച്ച് കെട്ടിയിട്ട് എൻ്റെ മോളെയാണ് ഞാൻ കാണുന്നത്.
ഈ ഇതിനി അടുത്തിനി ഏത് കുട്ടിക്ക് വരുമെന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയൂ. പ്രിയദർശൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് കാണുമ്പോൾ പറയുന്നത് അവര് പ്രതീക്ഷ വെക്കാനാണല്ലോ പറയുന്നത്, അല്ലേ? എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുക, അതല്ലാതെ വേറെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക അങ്ങനെ ഒരു വാക്ക് എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നമുക്ക് വെയിറ്റ് ചെയ്യാം, കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളെ മോള് അല്ലെങ്കിൽ അവള് ഓക്കെ ആവും എന്നൊരു ഇത് ഉറപ്പെനിക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രതീക്ഷയാണ് എൻ്റെ മോള് തിരിച്ചു വരും. ഞാൻ ദൈവത്തിനോട് ഞാൻ എല്ലാം അർപ്പിച്ച് ഇങ്ങനെ ഡോക്ടർമാരെ കയ്യിലും കൊടുത്തിട്ടിരിക്കുകയാണ്. ഈ യാത്ര മോളിപ്പോ യാത്ര ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ല, അല്ലേ? അമ്മുമ്മയോടാണ് പറഞ്ഞത്, അല്ലേ? പ്രിയദർശിനിയുടെ അമ്മയോടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന കാര്യം. അതെ, അമ്മേനോടാണ് കോണ്ടാക്ട് ചെയ്തിരുന്നത്. ശ്രീകുട്ടി എറണാകുളത്ത് വന്നതാണോ പ്രിയദർശിനി? അതെ, എറണാകുളത്താണ് അവളെ കൊണ്ടുപോയത്. കല്യാണം കഴിച്ച് വിട്ടത് എറണാകുളത്താണ്. ഓ, ഹസ്ബൻഡോ, മകളുടെ ഹസ്ബൻഡ്? പുള്ളിക്കാരന് സുഖമില്ലാതെ വയനാട്ടിലാണ്. ഓ, അത് ശരി. മഞ്ഞപ്പിത്തത്തിന്റെ ഇപ്പൊ അവക്കും അതിന്റെ ചെറിയൊരു ലാഞ്ചനം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ. ഇനി ഈ ഇപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്, അതൊക്കെ അറിഞ്ഞല്ലോ, അല്ലേ? ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള ഏറ്റവും നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സ നൽകാം അത് സർക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ല ഡോക്ടേഴ്സാണ് ഉള്ളത് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ശ്രമം എന്തായാലും ഫലം കാണും. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പ്രിയദർശിനി, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഈ സമയത്ത്? ഉണ്ട്. ഞാൻ ആ ഒരു വീഡിയോയില് എന്റെ മോളെ ഉപദ്രവിച്ച അയാളുടെ ഒരു കൊണ്ടുവരുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. മുഖം ഫുള്ള് തോർത്തോ എന്തോ ഒരു ഡ്രസ്സ് കൊണ്ടിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടാ കൊണ്ടുവന്നത്. അതിന്റെ ആവശ്യം എന്താണ്? നാട്ടുകാർ അവന്റെ മോന്ത കാണണ്ടേ? അയാളെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് ജയിലോട്ട് വിട്ടിട്ട് ഇത് തന്നെയല്ലേ നാളെ സംഭവിക്കാൻ പോവാ. ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താണ്? പോവുക, ഭക്ഷണം നന്നായിട്ട് ഫുഡ് കൊടുക്കുക, അയാൾ നന്നായിട്ട് പുറത്തിറങ്ങി വരിക, വീണ്ടും ഇത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഇവന്റെയൊക്കെ ഇങ്ങനെയുള്ളവന്മാരെ മുഖം അറ്റ്ലീസ്റ്റ് ഒരു മുഖം ഒന്ന് നാട്ടുകാരെ കാണിക്കെങ്കിലും ചെയ്യായിരുന്നു. ജസ്റ്റ് ഒരു ഫോട്ടോ ആക്കിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ഇപ്പൊ മെഡിക്കലിൽ വന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത്. അതിൽ പോലും അവൻ ഏതെന്ന് കൂടി ഞങ്ങൾക്കറിയില്ല. എന്റെ കുഞ്ഞിനും അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആ ഒരുത്തനാണ് എന്റെ കുഞ്ഞിനെ ചവിട്ടി തെറിപ്പിച്ചത്. അവന്റെ മുഖം ഒന്ന് പബ്ലിക്കിന് മുമ്പ് ഒന്ന് കാണിക്കാൻ പോലും അതെന്താന്ന് മനസ്സിലാവുന്നില്ല. എനിക്കത് കാണും തോറും എന്താ പറയാ, ഇതാണോ ഇങ്ങനെയാണോ വേണ്ടത്? എനിക്കറിയില്ല. ഈ പ്രിയദർശിനി, ഈ പോലീസ് എന്തെങ്കിലും പറഞ്ഞു? RPF എന്തെങ്കിലും പറഞ്ഞു? ഞാൻ വരാം സൈമൺ സാർ, എനിക്കറിയാം സൈമൺ സാറിന് ആ കാര്യത്തിൽ മറുപടി പറയാനുണ്ടാവും. ഞാൻ വരാം സൈമൺ സാർ. പ്രിയദർശിനി എന്തെങ്കിലും പറഞ്ഞു? ഈ RPF എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, എന്നോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇയാള് മദ്യപിച്ചിരുന്നു എന്ന് അർച്ചന പറഞ്ഞു പ്രിയദർശിനി? അതെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ അർച്ചനയെ പ്രിയദർശിനിക്ക് നേരത്തെ അറിയുമോ, മകളുടെ സുഹൃത്തിനെ? മോള് പറഞ്ഞെനിക്ക് അറിവുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവളോട് അവിടെ ഹോസ്റ്റലിൽ നിന്നതാണെന്നുള്ള അറിവ് മാത്രമേ എനിക്കറിയാം. ഞാൻ അവളെ കണ്ടിട്ടില്ല നേരിട്ട്. അല്ലാതെ ഫോട്ടോ എല്ലാം കണ്ടിട്ട് അവളെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, ഏതായാലും പ്രിയദർശിനി, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം, പ്രാർത്ഥനകളോടുകൂടി കാത്തിരിക്കാം. ശ്രീകുട്ടി ഉറപ്പായും തിരിച്ച് ജീവിതത്തിലേക്ക് വരും. സൈമൺ സാർ, ഒരു വ്യക്തികളെന്ന നിലയിൽ നമുക്ക് വലിയ പ്രയാസമാണ് ഇതുപോലെയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ. കാരണം ഇത് നമുക്ക് രണ്ടമ്മമാരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു ആൾ ഇതേ അതിക്രമത്തിൽ മകൾ നഷ്ടപ്പെട്ട ഒരമ്മ, മറ്റൊരാൾ അതിന് ശേഷമുണ്ടായ അതിക്രമത്തിൽ ഇപ്പോൾ ഗുരുതരമാവസ്ഥയിൽ കിടക്കുന്നൊരു മകളുടെ അമ്മ. സ്വാഭാവികമായിട്ട് നമുക്കത് ഒരു വൈകാരിക പ്രശ്നം കൂടിയാണ്, വ്യക്തികൾ, മനുഷ്യരെന്ന നിലയിൽ. സൈമൺ സാർ, അവിടെ ഈ പ്രിയദർശിനി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യ മനസ്സുള്ള കുറ്റവാളികളുടെ മുഖം മറച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കി വിടുന്നത്? അവരെ മുഖം കാണിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അയാൾ ആരാണെന്ന് ജനം അറിയട്ടെ, ശരിയല്ലേ?
അത് അങ്ങനെയല്ല. ഇത് ഈ കേസിൽ ഒരു കുട്ടി ഇത് പ്രത്യേകം കൂടെയുള്ള കുട്ടി കണ്ടിട്ടുണ്ട്, ഈ പ്രതിയെ കണ്ടിട്ടുണ്ട്. നേരത്തെ മുൻപരിചയമില്ലാത്ത ആളാണ്, അപ്പോൾ പ്രതിയെ കണ്ടിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് മറ്റ് ആൾക്കാർ നിർത്തിക്കൊണ്ട് തന്നെ ഈ ആളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് അത് കേസിന് വളരെ പ്രയോജനം ചെയ്യും. അതിനുവേണ്ടിയാണ് പോലീസ് അത് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു മറ്റു തരത്തിലൊരു ദോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല പോലീസ്. അത് ഇതിൻ്റെ അകത്ത് ഈ കേസിൻ്റെ അകത്ത് ഒരു ഐ വിറ്റ്നസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും 99% ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ പോലീസിന് വളരെ സഹായകരമാണ്. തുറന്നുള്ള അന്വേഷണത്തിൽ വളരെ സഹായകരമാണ്. അല്ലാതെ മറ്റു തരത്തിലൊന്നും അല്ല പോലീസ് ഇതിനെ സംബന്ധിച്ച് ഈ മോഹം മറച്ചുകൊണ്ട് പോകുന്നത് അതിനുവേണ്ടിയല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ഇവർക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പ്രതിയാണ് ഇപ്പോൾ ഉള്ളത്. പരിചയമുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നേരത്തെ അറിയാവുന്ന ആളാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ നടത്തേണ്ട കാര്യമില്ല. പോലീസ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നടത്തുന്നത്. അതുകൊണ്ട് നമുക്കതിന് സംശയിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അതിൻ്റെ പോലീസിൻ്റെ നല്ല ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് പി എം ആതിര, ഇതിനകത്ത് ഇത്തരം സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളിൽ ഒരാൾ പെടുമ്പോൾ സമൂഹം എങ്ങനെയാണ് അതിനോട് ചിലപ്പോഴെങ്കിലും നിസ്സംഗതയോടുകൂടി പ്രതികരിക്കുന്നത് എന്നതിന് ചില ഉദാഹരണം കൂടിയുണ്ട്. ഇപ്പോൾ സൗമ്യയുടെ കാര്യം സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ സ്വന്തം മക്കൾ നഷ്ടപ്പെടുന്ന വേദന അവരുടെ അച്ഛനമ്മമാർക്കുള്ളതുപോലെ മറ്റാർക്കും ഉണ്ടാകില്ല. അത് നാൾക്ക് നാൾ കൂടി വരുന്നതാണ്. പക്ഷേ അവിടെ ഈ എന്താണ് കൂടെയുള്ള സഹയാത്രികർ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും അവരവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങിപ്പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തൊട്ടടുത്ത് നടക്കുന്ന ആളെക്കുറിച്ചോ തൊട്ടടുത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. എല്ലാവരും അവരവരുടെ ഗാഡ്ജറ്റ്സിൽ സ്വന്തം ലോകത്ത് കഴിയുന്നവരാണ്. അപ്പോൾ കേരളത്തിൽ സവിശേഷമായി ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു പൊതുപ്രശ്നം എന്ന നിലയിൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മനസ്ഥിതി ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ഓരോരോ സന്ദർഭങ്ങളിൽ അത് നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിലും അതാണ്. അവർ ഇപ്പോൾ പ്രിയദർശിനി പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ഈ കുട്ടി വീണ ശേഷവും ചങ്ങല വലിച്ച മറ്റേ അർച്ചനയെ രക്ഷപ്പെടുത്തിയെങ്കിലും എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചതെന്ന് നോക്കാൻ ആരും മെനക്കെടുന്നില്ല. അങ്ങനെ ഒരു നിസ്സംഗമായ ഒരു പ്രതികരണം സഹയാത്രികർക്ക് പോലും ഉണ്ടാകുന്നുണ്ട്. ജീവിതം ഈ പറയുന്ന പോലെ വളരെ തിരക്ക് പിടിച്ച ഓട്ടാണ്. ആ ഓട്ടത്തിൽ ആര് ഓടി മുന്നിലെത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ മുന്നിലെത്തുന്ന ആളുകൾക്ക് വേണ്ടി കൈയടിക്കുന്ന ലോകത്ത് അവിടെ നിന്ന് വീണുപോയ സഹയാത്രികയെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളുടെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലോകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. മറ്റേ അപകടത്തിൽ സംഭവിച്ച് കിടക്കുന്ന സുഹൃത്തിൻ്റെ ചോരയിൽ വീണ് കിടക്കുന്ന 5 രൂപ നോട്ടിലാണ് എൻ്റെ കണ്ണ് എന്ന് ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പോഴും ആളുകളെ ആ രീതിയിലേക്കാണ്. ഒരു മാനവിക മൂല്യങ്ങൾക്കും പ്രസക്തിയില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്ക് എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ തളച്ചിടാൻ ശ്രമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുതിർന്ന മനുഷ്യരെ ഒന്നും സത്യത്തിൽ ഈ നാട് വേണ്ട വിധം അംഗീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അവരവരുടെ ജീവിതം മാത്രം, അതിനപ്പുറത്തേക്ക് വികസിക്കേണ്ടതില്ല എന്ന് ആവർത്തിച്ച് പറയുന്നിടത്ത് നിന്ന് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന മനുഷ്യരെയൊന്നും ഒരു രീതിയിലും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വീണത് കണ്ട ആളുകൾ എന്തുകൊണ്ട് ഇറങ്ങിയില്ല, എന്തുകൊണ്ട് അതിന് പുറകെ പോകുന്നില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ 2 അമ്മമാരെയും കൂടി ഇരുത്തി നടക്കുന്ന ഒരു ചർച്ചയ്ക്കകത്ത് ഇതിനെല്ലാം ഈ പ്രതിപട്ടികയുടെ അങ്ങേ തലക്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇങ്ങനൊരു സംഭവം നടന്നാൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ തോന്നാത്ത മാനസിക നിലയുള്ള സകല മനുഷ്യരും ആ പ്രതിപട്ടികയുടെ ഇങ്ങേ തലക്കിലുണ്ട്. അതുകൊണ്ട് നമ്മളാരും ഇതൊന്നും വിട്ടു നിൽക്കുന്നില്ല. നമ്മൾ ആ ക്രൈം ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ക്രൈമിൽ പെട്ടുപോയ ഒരു വിക്ടിമിനെ സർവൈവറാക്കാനുള്ള പ്രോസസ്സിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് കയ്യും കട്ടി മാറി നിന്നവർ, ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവർ, ഇത്രയൊക്കെ തന്നെ നമ്മളും ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യരെ അംഗീകരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവരെ പരിഹസിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന ഒരു കാലത്ത് ആരാ ഇതിന് തയ്യാറാവുക? എന്നിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, എന്തേ ആരും പ്രതികരിക്കാത്തത്? ഒരു പ്രതികരണവും വേണ്ടെന്നാണ്. എല്ലാ പ്രതികരണങ്ങളെയും ട്രിം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, നിങ്ങൾ പ്രതികരിക്കേ വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്ന് ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ നിങ്ങൾ എന്തേ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇടപെടിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനപ്പുറത്തേക്ക് പ്രതികരിച്ച മനുഷ്യരെല്ലാവരും ഒഴുക്കിനെതിരെ നടത്തിയ നീന്തൽ തന്നെയാണ്.
പലരും തളർന്നു പോയി വഴിയിലൊക്കെ വീണുപോയ മനുഷ്യരുണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു അവരുടെ ജീവിതത്തിനകത്തേക്ക്, അവനവൻ്റെ ജീവിതത്തിനപ്പുറത്തേക്ക് അവരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള കൺസേണുകൾ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉറവ് പറ്റിപ്പോയി എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, പ്രിയദർശിനിക്ക് അപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് മനസ്സുരുകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇത്തരം ഒരു സീനിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഇൻവോൾവ്മെൻറ്റിലേക്ക് ആ ഒരു നമ്മളെ സഹാനുഭൂതിയെ വികസിപ്പിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മളില്ലേ. അതിനോട് കലഹിക്കാത്തവരെല്ലാം ഈ പറയും വിധം ഈ പ്രതിപട്ടികയിൽ എവിടെയോ ഉള്ള ആളുകൾ തന്നെയാണ്. അത് ഈ സന്ദർഭത്തിൽ മാത്രം നമ്മൾ നടത്തേണ്ട ആത്മവിമർശനമല്ല, നിരന്തരം നടത്തേണ്ടുന്ന ആത്മവിമർശനമാണ്. മറ്റൊന്ന്, റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തിന് പ്രയോറിറ്റി നൽകുന്നു എന്നുള്ളതും പ്രധാനമാണ്. നിങ്ങൾ ആഡംബരമുള്ള റെയിൽവേ സ്റ്റേഷനാണോ പ്രധാനം നൽകേണ്ടത്, യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനാണോ പ്രധാനം നൽകേണ്ടത് എന്ന് കേരളത്തിലുള്ള മനുഷ്യരും ഈ രാജ്യത്തെ റെയിൽവേയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന മുഴുവൻ മനുഷ്യരും ചോദിക്കേണ്ട ചോദ്യമാണ്. ആഡംബര റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നമുക്ക് മതി. അതിനപ്പുറത്തേക്ക് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് പണം നീക്കി വെക്കുന്നതിന് വേണ്ടി, ആ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന സംവിധാനത്തിന്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ മാറ്റി തീർക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ചർച്ചകൾ ഇനിയും വരും. കേരളത്തിലല്ലെങ്കിലും പുറത്തായാലും എവിടെയായാലും ഇന്ത്യൻ റെയിൽവേ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന, യാത്ര ചെയ്യുന്ന മനുഷ്യർ ഇത് ബാധിക്കും. എന്തൊക്കെ ആഡംബരങ്ങളാണ്! ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പണി നടക്കാത്ത റെയിൽവേ സ്റ്റേഷനുള്ളത്? എല്ലായിടത്തും വലിയ രീതിയിലുള്ള ആഡംബരവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സുരക്ഷിതത്വം എന്നുള്ളത് എവിടെയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിനോട് റെയിൽവേ നിരന്തരം കാണിക്കുന്ന അവഗണനയിൽ ഈ പറയും വിധം കൃത്യമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വിധമുള്ള ഒരു റെയിൽവേ സംവിധാനം കേരളത്തിനകത്ത്. ബോഗികൾ കുറയ്ക്കുന്നു, റെയിൽവേ സർവീസ് കുറയ്ക്കുന്നു. ഏറ്റവും കുറഞ്ഞ രീതിയിൽ റെയിൽവേയിൽ നിന്നുള്ള സൗകര്യങ്ങളും സഹായങ്ങളും വരുന്ന സംസ്ഥാനമായിട്ട് കേരളം ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കൂടി ആഴത്തിൽ ഈ ചർച്ചകൾ പോകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിശ്ചയമായും ആശുപത്രിയിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ ജീവൻ പ്രധാനം തന്നെയാണ്. അവരുടെ ജീവന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പറ്റാവുന്ന സകല ഇടപെടലുകളും അതിനകത്ത് നടത്തുന്നുണ്ട്. ഈ അമ്മമാരുടെ ഉത്കണ്ഠകൾ വളരെ പ്രധാനമാണ്. എത്ര വ്യക്തതയോടുകൂടിയാണ് സുമതി ചേച്ചി ഇതിനകത്ത് സംസാരിച്ചത്. അവരന്നും ഇന്നും പറയുന്ന കാര്യം, അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും പറയേണ്ടി വരുന്നു എന്നുള്ളത് എത്രമാത്രം നമ്മളൊരു നിസ്സഹായതയിലാണ് നമ്മളൊരു ജനത എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനും അപ്പുറത്തേക്ക് വളരാനും വികസിക്കാനും കഴിയണം. ആഡംബര റെയിൽവേ സ്റ്റേഷന് അപ്പുറത്തേക്ക് സുരക്ഷിതമായ യാത്രയ്ക്കായിരിക്കും പ്രാധാന്യം എന്നുള്ളത് ഉറപ്പായിട്ടും. താങ്കൾ പറഞ്ഞതുപോലെ അതിന് സുരക്ഷയ്ക്ക് തന്നെ ആയിരിക്കണം പ്രാധാന്യം. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്മവിമർശനപരമായി കാണേണ്ടതും, അതേസമയം തന്നെ ഈ സമൂഹത്തിലെ ഈ നന്മയുടെ ഉറവ പറ്റിയിട്ടില്ലാത്ത ജനങ്ങൾ അവർ നടത്തുന്ന ഇടപെടലുകൾ അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. ഒരു തർക്കവും അതിനകത്തില്ല. ആ പ്രതിപട്ടികയിൽ നമ്മളെല്ലാം ഇടം പിടിച്ചിട്ടുണ്ടെന്ന വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീകുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. പ്രിയദർശിനി പറഞ്ഞോളൂ. ഞാൻ ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വെക്കേഷനും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രെയിനാണ്. നമുക്ക് ട്രെയിനിൽ പൊതുവെ എൻ്റെ മാത്രമല്ല പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണത്. ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ലോക്കലിലും വന്നിട്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് TTR കയറി ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ കയറുന്നുണ്ട്. പക്ഷേ ഒരു പോലീസ് പോലും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലേഡീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോ ചോദിക്കാനായിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയാലും ലോക്കലായാലും കയറുന്നില്ല. നല്ല ആൾക്കാരും കയറുന്നുണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരും കയറുന്നുണ്ട്. അതിൽ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് അതേ രീതിക്കാണ് അവരെ ഭാഗത്ത് നമുക്ക് തിരിച്ചടി കിട്ടുക. അത് ഇപ്പോൾ ഒരു ഫോൺ നമ്പർ തന്നിട്ട് അതിന് വിളിക്കാൻ പറഞ്ഞ ചില സാഹചര്യത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ സാഹചര്യമാണ്. നമുക്ക് ലോക്കലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും റിസർവേഷൻ കിട്ടില്ല. ലോക്കലിൽ പോണ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് ബാത്റൂമിൽ പോലൊന്നും പോകാൻ പറ്റില്ല. അവിടെ കുടിച്ച്, അതായത് സിഗരറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നവരുണ്ട്. ഒരുപാട് അനുഭവം വന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോ ഒരു അഭിപ്രായം പൊതുവെ നമ്മൾ വന്നിട്ട് ഈ ലോക്കലിൽ കയറി പോകുന്ന സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന അനുഭവങ്ങളുണ്ടെന്ന്. എല്ലാ ആൾക്കാരും നമ്മളടുക്ക് ഇരിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ നിൽക്കുന്നവരൊന്നും നല്ലവരല്ല. ഒരു ആൾക്കാർ പോലും വന്നിട്ട്
ഒരാൾക്കാർ പോലും വന്നിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇപ്പോൾ ടിക്കറ്റ് ചോദിക്കാൻ വരുന്നത് പോലെ എങ്കിലും ഇടയ്ക്കെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്ത് ഒരു മനുഷ്യനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, എൻ്റെ കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അവളുടെ അടുത്തുണ്ടായിരുന്ന ബാഗോ അല്ലെങ്കിൽ അവളുടെ ആധാർ കാർഡ്, ID കാർഡ്, അങ്ങനെ കുറച്ച് സാധനം ഉണ്ടായിരുന്ന ഒന്നും തന്നെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ആ ട്രെയിനിൽ നഷ്ടപ്പെട്ടു പോയിട്ട് എടുത്തവരാരായാലും അല്ലെങ്കിൽ അത് എങ്ങനെയാണോ പോയത് ഞങ്ങൾക്ക് അതൊന്ന് തിരിച്ച് തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. കാരണം അവൾ ആധാറും എല്ലാം അതിനകത്താണുള്ളത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സാക്ഷിയുള്ളവർ ഞങ്ങൾക്ക് അത് തിരിച്ചു തരിക. അതും കൂടെ ഇതേ ഉള്ളൂ എനിക്ക് പറയാനിപ്പോൾ. സൗമ്യയുടെ ശ്രീമതി സുമതി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? ഞാൻ ആ കുട്ടിയുടെ അമ്മയുടെ വർത്താനം കേട്ട് ഞാനേ തരിച്ചു പോയി. സൗമ്യയുടെ അതേ അനുഭവമല്ലേ ഇപ്പോൾ അവർ ആസ്പത്രി കിടന്നിട്ട് പറയേണ്ടത്. സൗമ്യ ആസ്പത്രി കിടന്നപ്പോൾ തന്നെയല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർമാർ. 6 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ കൈവിട്ടു പോയി. അവരിങ്ങനെ വന്ന് ഈ ഇത്രയും സംഭവിച്ചിട്ട് ഇങ്ങനെ വന്നൊന്ന് സംസാരിച്ചല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനുള്ളൊരു മുൻകരുത്ത് ദൈവം അവർക്ക് കൊടുക്കട്ടെ. എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം അവർക്ക് ദൈവം കൊടുക്കട്ടെ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അവർ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മുഖത്ത് തുണിയിട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് ലോകം കാണേണ്ടതാണ് അവരെ. ഇപ്പോൾ വേറൊരു സാറ് പറഞ്ഞു, പിന്നെ ആ നിയമത്തിൻ്റെ വഴി കൂടിയാണ് അതെല്ലാം മുഖത്തുനിന്ന് തുണിയെടുക്കാൻ പറ്റുള്ളൂ എന്ന്. പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാം. പോലീസുകാർ അവരുടെ നിയമങ്ങളെല്ലാം കാണിക്കുമായിരിക്കും. പക്ഷേ ഇതനുഭവിക്കുന്നവർക്ക് അതല്ല ചിന്തിക്കുന്നത്. ഇതനുഭവിക്കുന്നവർ പറയണത് എന്താണെന്നറിയോ? ഈ ലോകം അവൻ്റെ മുഖം കാണണം. അതാണ് വേണ്ടത്. ഈ ലോകം അവൻ്റെ മുഖം കാണണം. ഇത്രയും ക്രൂരത ചെയ്തിട്ട് ആ കുട്ടീനെ എങ്ങനെയെല്ലാം ചെയ്തിട്ട് ഇപ്പം ആ കുട്ടീൻ്റെ ഓരോ അവയവങ്ങളും ഇത്രയും ദൂരത്ത് നിന്ന് വീണതല്ലേ. നഷ്ടപ്പെട്ടു പോയ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമേ പറ്റുള്ളൂ. പറയുന്നവർക്ക് എല്ലാവർക്കും നിന്ന് പറയാം, നിന്ന് ചിരിക്കാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. വേദനയ്ക്കണത് ആ അതൊരിക്കലും ആരും മറക്കണ്ട. എല്ലാവർക്കും പറയാം, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾക്കാരെ മുഖം മറച്ച് കൊണ്ടുപോവാ, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഒരാളൂരാൻ വക്കീലുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. അവസാനം അവൻ പോയി. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ആരും ബാധിക്കാൻ വരാതെയും കൂടി ഇരിക്കട്ടെ. ഇതും കൂടി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവന് വേണ്ടിയിട്ട് ആരാ ബാധിക്കാൻ വരാമെന്നറിയില്ലേ. അപ്പം അതും കൂടി ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള ഇതിന് ആളൂരം വക്കീലിനെ പോലുള്ള ആൾക്കാരൊന്നും ഇനി ഈ കേസിന് വേണ്ടി ബാധിക്കാൻ വരരുത്. ഒരു നല്ലൊരു മനസ്സ് കാണിക്കുക ആര് വരികയാണെങ്കിലും. പിന്നെ ഈ റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതയും അത് എത്രയും വേഗം ട്രെയിനിലെ സുരക്ഷിത അവരുണ്ടാക്കിയേ പറ്റൂ. എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. സൈമൺ സാർ, ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിന് മുന്നിൽ നമുക്കിപ്പോഴും ഉത്തരം മുട്ടി നിൽക്കുകയാണല്ലോ. കാരണം നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഗംഭീരമാക്കുന്നുണ്ട്. അത് പിന്നെ അതിന് വലിയ നക്ഷത്ര പദവിയൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ യാത്രക്കാരുടെ സുരക്ഷ അത് വരുമ്പോൾ നമുക്ക് മൗനമാണ്. അത് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണല്ലോ. ശരിയാണ്. ഇപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിയുടെ കാര്യത്തിൽ അത് നല്ലൊരു കേസിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നേരെ ആയിക്കോളും. ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ ഫേസൊക്കെ കാണാൻ പറ്റുമോ, യാതൊരു പ്രശ്നവുമില്ല. ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കാണിക്കാതിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനൊരു വിഷമം വരേണ്ട കാര്യമില്ല. ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാകും. ജനം കാണും, അയാളുടെ മുഖം കാണുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിപ്പോൾ കേസിന് നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഏതായാലും ജനം അയാളുടെ മുഖം കാണട്ടെ, ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് നമുക്ക് കൂട്ടായി, നേരത്തെ അഡ്വക്കേറ്റ് PM ആതിര പറഞ്ഞതുപോലെ അതിൽ വലിയ സമ്മർദ്ദമുണ്ടായി അതിന് പരിഹാരം കാണേണ്ടതാണ്. ഇനി ഒരാൾക്കും ഈ ദുരവസ്ഥ ഉണ്ടാകരുത്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആവർത്തിച്ച് നമ്മളിത് പറയാറുള്ളതാണ്. പക്ഷേ വീണ്ടും സുരക്ഷ എന്നത് നമ്മുടെ മുന്നിൽ വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. അധികൃതർ കണ്ണു തുറക്കട്ടെ, നടപടി ഉണ്ടാകട്ടെ. അതല്ലെങ്കിൽ പ്രതിഷേധമാണ് മാർഗമെങ്കിൽ പ്രതിഷേധം, ഈ റെയിൽവേ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ എന്തു ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒക്കെയുള്ള ആലോചനകൾ തുടരെ ഉണ്ടാകേണ്ടതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.